ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിനെ പറ്റി പറയാനാണ് കേട്ടോ വന്നത്. എനിക്ക് ഡെലിവറിക്ക് ശേഷം നല്ലവണ്ണം വെയിറ്റ് ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് മുന്നേയും നന്നായിട്ട് പെട്ടെന്ന് ഞാൻ വണ്ണം വെച്ച അവസാനമൊക്കെ ആയപ്പോഴത്തേനും അങ്ങനെയാണ് മിക്കൂസിന് ഇച്ചിരി വെയിറ്റ് കൂടിയത്. അപ്പോൾ അതിന് ശേഷവും ഞാൻ കുറച്ച് നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വണ്ണം കുറയ്ക്കാം? കാരണം വണ്ണം വെച്ച് കഴിഞ്ഞിട്ട് വണ്ണം കുറയ്ക്കണമെന്ന് എനിക്ക് പെട്ടെന്നൊരു ചിന്തയൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ചിന്ത എനിക്ക് വന്നത് എനിക്ക് ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം. കാരണം എനിക്ക് ജീൻസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ചുരിദാറുകൾ, ടോപ്സ് ഒന്നും എനിക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോസ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു റീല് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് കയറുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത തന്നെ ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വീട്ടിലാണെങ്കിലും എനിക്ക് നൈറ്റിയൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ സാധാരണ വീട്ടിൽ സ്കേർട്ടും ടോപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. പക്ഷെ എനിക്കതൊന്നും കയറുന്നില്ല. അങ്ങനെയാണ് എനിക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത എത്തിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ആ ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ആവശ്യം. എങ്ങനെയെങ്കിലും നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. പിന്നെ വണ്ണം വയ്ക്കുമ്പോൾ പൊതുവെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കവിള് ചാടും. വണ്ണം വയ്ക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യം, എനിക്ക് ഈ കവിള് നന്നായിട്ട് കുറേ കൂടെ നന്നായിട്ട് വലിപ്പം ഇങ്ങനെ കവിള് വയ്ക്കും. നിങ്ങളുടെ ആ ഒരു തംബ്നെയിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എൻ്റെ കവിളിരിക്കുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ അതുപോലെ എനിക്ക് കൈക്കും വണ്ണം വയ്ക്കും. ഇനി നമ്മുടെ തുടഭാഗത്തും വണ്ണം വയ്ക്കും. ഇതാണ് പെട്ടെന്ന് കയറി വണ്ണം വയ്ക്കുന്ന ചില ഭാഗങ്ങളും എന്നാൽ പെട്ടെന്ന് കുറയ്ക്കാൻ പാടുപെടുന്ന ഭാഗങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ വിചാരിച്ച് ഇനി എങ്ങനെയെങ്കിലും എനിക്ക് വണ്ണം കുറയ്ക്കണം. പഴയ ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഇടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് വണ്ണം കുറയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. എനിക്ക് മിക്കൂസിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷവും ആഫ്റ്റർ ഡെലിവറിയും എനിക്ക് ഈ ചോറ്, എരിവ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 3 നേരമൊക്കെ ചോറ് കഴിക്കും. അങ്ങനെ ചോറ് കഴിക്കുമായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ കയറി ഇങ്ങനെ വണ്ണം വെച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ചോറ് കഴിപ്പ് കുറയ്ക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് കുറച്ചായിരുന്നു കേട്ടോ. പിന്നെ 3 നേരം എന്നൊക്കെ ഉള്ളത് പിന്നെ 2 നേരം ആക്കി നോക്കി. പിന്നെ 1 നേരം, അതായത് ഉച്ചയ്ക്ക് എന്തായാലും എനിക്ക് ചോറ് കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ചോറ് കഴിക്കും. പക്ഷേ അളവ് ഞാൻ കുറച്ച്, ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെ ചായ കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തേയില്ല. രാവിലെ എനിക്ക് ചായ കുടിക്കാൻ നിർബന്ധം, വൈകുന്നേരം നിർബന്ധം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു റൊട്ടീൻ പോലെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്യുന്ന ചായ കുടിയായിരിക്കും. പക്ഷേ ആ ഒരു ചായ കുടി ഞാനങ്ങ് മാറ്റിവെച്ചു. അഥവാ ഞാൻ അങ്ങനെ കുടിക്കുവാണെങ്കിൽ ഒരു ഇത്ര വലിയൊരു ഗ്ലാസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇത്രയും ഒരു അളവിലേ ചായ കുടിക്കുകയുള്ളൂ. പിന്നെ ചായ കുടിച്ചു, ഒരു പേരിന് ചായ കുടിച്ചു എന്നുള്ള. പിന്നെ മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ജിലേബി, ലഡു ഇങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷേ മിക്കൂസിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് അതിലെനിക്കൊരു മാറ്റം വന്നത്. കാരണം എനിക്ക് അപ്പോൾ മധുരം ഇഷ്ടമല്ലായിരുന്നു. മധുരത്തോടൊക്കെ എന്തോ ഒരു വെറുപ്പ് പോലെ. എന്നാലും കിട്ടിയ കഴിക്കൂല എന്നല്ല, കഴിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അളവ് കുറയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെ വലുതായിട്ട് എനിക്കങ്ങനെ വേണമെന്നില്ല മധുരം. അതായിരുന്നു ശരിക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിച്ചൊരു സംഭവം. മധുരമാണ് കേട്ടോ. മധുരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിന്ന് കളയും. അതുകൊണ്ട് മധുരം, പഞ്ചസാരയൊക്കെ നമ്മൾ ശരിക്കും അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ പകുതി വെയിറ്റ് അങ്ങ് കുറയും. എൻ്റെ കാര്യത്തിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ, എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ പഞ്ചസാരേനെ പറ്റി ഒരു 2 വാക്ക് ഞാൻ പറയട്ടെ. ഇത് കാണണ്ടാത്തവർ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണേ. പഞ്ചസാരയ്ക്ക് ഒരുപാട് ദോഷങ്ങളേ ഉള്ളൂ. പഞ്ചസാര നമ്മൾ കഴിച്ചതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല. പിന്നെ നമുക്ക് നാക്കിന് വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും എന്നുള്ളതല്ലാതെ, ഒരു മധുരം കിട്ടും എന്നുള്ളതല്ലാതെ നമുക്ക് യാതൊരു ഗുണവുമില്ല. പിന്നെ പഞ്ചസാരയൊക്കെ കഴിച്ച് വെറുതെ ഈ ഷുഗർ കൂട്ടാം എന്നല്ലാതെ ഒരു ഗുണവും പഞ്ചസാര കൊണ്ടില്ല. പക്ഷെ ആ പഞ്ചസാര അവോയ്ഡ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരാറുണ്ടല്ലേ, ചിലർക്കൊക്കെ എങ്കിലും കറുപ്പ് വരും. നന്നായിട്ട് വെയിറ്റ് വെക്കുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അവരുടെ ഈ നെറ്റി ഭാഗത്തായിട്ടും ഈ കണ്ണിൻ്റെ ഇവിടെ, കഴുത്തിൻ്റെ ഭാഗം ഈ ഭാഗത്തായിട്ട്, നമ്മുടെ ഈ കഷത്തായിട്ട്, ഇവിടെ എല്ലാം തൊട ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? കറുക്കും.
അമിതമായിട്ട് വണ്ണം വെക്കുന്നവരുടെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഈ കറുപ്പെന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്ത് മാത്രമൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വെക്കുന്നതിൻ്റെത്. കാര്യം ഞാൻ ഇത്രയും ഭാഗം പ്രധാനമായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് വെച്ചപ്പോൾ ചേട്ടൻ്റെ ഈ നെറ്റി ഭാഗത്ത്, കണ്ണിൻ്റെ ഇവിടെ ഭാഗത്തായിട്ട്, മൂക്കിൻ്റെയൊക്കെ ഈ സൈഡിലായിട്ട്, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട്, കക്ഷത്തായിട്ട്, ഇവിടെ എല്ലാം എന്താണെന്നറിയാമോ നല്ല ബ്ലാക്കായി. അപ്പോൾ ചേട്ടൻ അങ്ങനെ വണ്ണം കുറച്ചതിന് ശേഷമാണ് ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ പിന്നെ നന്നായിട്ട് കളർ വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് കുറയും. അങ്ങനെ ആ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു നാച്ചുറൽ കളർ നമുക്ക് തിരിച്ചു കിട്ടും. അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ അതുപോലെ പഞ്ചസാര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കാര്യം എന്തെന്നറിയാമോ, നമ്മുടെ കരളിലൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ അതുപോലെ ചിലർക്കൊക്കെ ഈ വണ്ണം വെച്ച് അതുപോലെ വണ്ണം വെക്കുന്നത് മാത്രമല്ല, അമിതമായിട്ട് ഈ മധുരം കഴിക്കുന്നവരുടെ ഫേസ് ശ്രദ്ധിച്ചറിയാം, ഭയങ്കര മുഖക്കുരുവായിരിക്കും അവർക്ക്. പിന്നെ അതുപോലെ റെഡ് കളറിലൊക്കെ ബൾജ് ചെയ്തിങ്ങനെ നിൽക്കും. അത് ഭയങ്കര വൃത്തികേടല്ലേ ഫേസിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനും സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ജോ ലൈൻ, നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നല്ലൊരു ഷേപ്പിൽ ഈ താടി കണ്ടില്ലേ, ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ കിട്ടും നമുക്ക് ഇവിടെയൊക്കെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചാടി, ഇവിടെയൊക്കെ ഇങ്ങനെ ചാടിക്കിടന്ന് അത് ഭയങ്കര വൃത്തികേടല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറണമെങ്കിൽ തന്നെ ആദ്യം കളയേണ്ട ഒരു സാധനം പഞ്ചസാരയാണ്. അത് നമുക്ക് യാതൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു മധുരം കിട്ടും കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ. അതിനായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ആ പഞ്ചസാര ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ചെറിയൊരു മധുരം കിട്ടും എന്നല്ലാതെ ഒരു ഉപയോഗവും ഇല്ല. നമ്മുടെ നാവിന് ആ ഒരു ടേസ്റ്റ് അറിയാം എന്നുള്ളതല്ലാതെ യാതൊരു ഗുണവും അതിനില്ല. അപ്പോൾ പഞ്ചസാരയെ പറ്റി ഇത്രയും പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയണ്ടേ. ഞാൻ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കും. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ വെള്ളം കുടി വളരെ കുറവായിരുന്നു. പിന്നെ ഫീഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും നല്ലതാണ്. പാലുണ്ടാവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കുട്ടികൾക്കൊക്കെ. പിന്നെ അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളെ വെയിറ്റ് കുറയാനായിട്ട്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. കുട്ടിക്ക് ആ ഒരു പാല് കിട്ടുകയും ചെയ്യും. നമ്മുടെ വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. ഞാൻ മിക്കൂസിനെ നന്നായിട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ ഫീഡ് ചെയ്യണം പറ്റുന്നത് വരെ. എനിക്കൊരു 2 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. 2 ചിലരൊക്കെ നേരത്തെ നിർത്തുമായിരിക്കും. പക്ഷേ ഒരു 2 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്യുവാണെങ്കിൽ അത് തന്നെ നമ്മൾ വെയിറ്റ് കുറയും. ആ ഒരു ടെൻഷൻ അടിക്കുകയേ വേണ്ട, താനേ ആ വെയിറ്റും കുറഞ്ഞോളും. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഡെലിവറി കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നൊരു സാധനം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റോടെ നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ചായ കുറച്ചേ കുടിക്കുകയുള്ളൂ. ചായ ഞാൻ കുടിക്കുന്നതിന് മുന്നേ ഞാൻ നോർമൽ വെള്ളം കുടിക്കും. കുടിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചായ കുടിക്കുന്നത്. പിന്നെ നേരത്തെയൊക്കെ ഒരു ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇഡ്ഡലിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഇഡ്ഡലി, അപ്പം, ദോശ, പുട്ട് അങ്ങനെ എല്ലാ സാധനവും കഴിക്കും. പക്ഷെ കഴിക്കുന്നതിൻ്റെ അളവ് ഞാൻ കുറച്ചു. നേരത്തെ ഇപ്പോൾ ഒരു 4 5 ഒക്കെ കഴിക്കുന്നിടത്ത് ഇപ്പം ഞാൻ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം അത്രേ ഞാൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ അളവ് കുറച്ച്. ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കും കേട്ടോ. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് നിർബന്ധമാണ്. പക്ഷെ ചോറ് കഴിക്കുമെങ്കിലും ചോറിൻ്റെ അളവ് ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അതായത് ഇച്ചിരി ഒരു 2 തവിയൊക്കെ, കുഞ്ഞു തവിയായിരിക്കും, ആ 2 തവി ചോറെടുക്കും, കഴിക്കും. പക്ഷെ കറികൾ ഞാൻ കുറേ എടുക്കും കേട്ടോ. കാരണം എനിക്ക് വയറ് നിറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറികൾ ഞാൻ ഒത്തിരി എടുക്കും. ഈ നെത്തോലി മീൻ കഴിക്കുന്നതൊക്കെ നല്ലതാണല്ലോ. ഞാൻ ഇപ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ടൊക്കെ എനിക്കത് നല്ലതല്ലേ. അപ്പം ഞാൻ മീനൊക്കെ ഒരുപാട് കഴിക്കും. എന്തെങ്കിലും തോരൻ വെച്ച് കഴിഞ്ഞാൽ അതെടുക്കും, സാമ്പാർ എടുക്കും, അങ്ങനെ അതെല്ലാം ഞാൻ കഴിക്കും. പക്ഷെ ചോറിൻ്റെ അളവ് ഞാൻ കുറച്ചു. പിന്നെ വൈകുന്നേരത്തിലാണ് ശരിക്കും ഞാൻ മാറ്റം വരുത്തിയത് കേട്ടോ. കാരണം വൈകുന്നേരവും ചോറ് എനിക്ക് നിർബന്ധമായിരുന്നു. പക്ഷേ ഇവിടെ അമ്മയാണെങ്കിൽ ഗോതമ്പ് ദോശയോ ഗോതമ്പ് പുട്ട്
അങ്ങനെയുള്ളത് അമ്മയ്ക്കിപ്പോൾ ഷുഗറുള്ള കാരണം അപ്പം അതൊക്കെയാണ് അമ്മ കഴിക്കുന്നത്. അപ്പം ഞാനും എന്ത് ചെയ്ത് അമ്മ ഉണ്ടാക്കുന്ന കൂട്ടത്ത് ഞാനും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട്, ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനത്തിലോട്ട് അങ്ങ് മാറി. വൈകുന്നേരമാണ് ഞാനൊരു മാറ്റം വരുത്തിയത്. കാരണം വൈകുന്നേരവും ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഗോതമ്പ് കഴിക്കാനായിട്ട് തുടങ്ങി. അതായിരുന്നു ശരിക്കും ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പഞ്ചസാര അവോയ്ഡ് ചെയ്തു, പിന്നെ ഗോതമ്പിലോട്ട് മാറി. പിന്നെ ചെയ്തത് എക്സസൈസ്. ഞാൻ വീട്ടിൽ അങ്ങനെ വലിയ എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടക്കുമായിരുന്നു. കാരണം എനിക്ക് നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ നടക്കാൻ തുടങ്ങിയത്. കിയാരേനെ ഞാൻ ചേട്ടൻ രാവിലെ കൊണ്ടാക്കുവാണെങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് ഞാൻ വരും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ ചേട്ടാ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് നടക്കാമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അവളെ എടുത്തുകൊണ്ട് വരും. കുറച്ച് ദൂരം അവളെ നടത്തിക്കൊണ്ടുവരും. അപ്പോൾ എനിക്ക് നടക്കാം. അങ്ങനെ ഒരുപാട് നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇതിൽ ഫുഡ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെയാണ്. വൈകുന്നേരത്തെ ഒരു ഫുഡിൽ മാറ്റം വരുത്തി, അതുപോലെ കുറച്ച് നടക്കാനൊക്കെ തുടങ്ങി, പഞ്ചസാരയൊക്കെ അവോയ്ഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇത്രയും കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് വെയിറ്റ് കുറയാൻ സാധിച്ചു കേട്ടോ. കാരണം പ്രഗ്നൻസി അവസാനം വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 3 മാസം കൊണ്ട് ഞാൻ 11 കിലോ കുറച്ച്. ഇപ്പം 74 കിലോയിലായി. പക്ഷേ 74 ഇനിയും എനിക്ക് കുറയ്ക്കണം. പക്ഷേ ഇത്രയും കുറഞ്ഞില്ലേ. അപ്പോൾ തന്നെ ഞാൻ ദൈവമേ ഇത്രയും പെട്ടെന്ന് 11 കിലോ കുറഞ്ഞല്ലോ. അതായത് 3 മാസം കൊണ്ട് കുറച്ചതാണ് കേട്ടോ. കുസിന ഡെലിവറി ആകുന്ന ആ ഒരു സമയത്തും 85 kg ആയിരുന്നു ഞാൻ. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി നമുക്കൊരു 2-3 കിലോ ചിലപ്പോൾ ഇച്ചിരി കുറയുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും വണ്ണം വെച്ചായിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ എനിക്കിപ്പം 3 മാസം കൊണ്ട് 11 കിലോയാണ് എനിക്ക് കുറഞ്ഞത്. അങ്ങനെ ഇനിയും എനിക്ക് കുറയ്ക്കാനുണ്ട്. ഒന്നും ആയിട്ടില്ല, എന്നാലും ഇനിയും കുറയ്ക്കണം. പക്ഷേ ഇതൊന്ന് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചല്ലോ എന്ന്. പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ടൊരു ഡയറ്റോ കാര്യങ്ങളോ ചെയ്തുമില്ല. പക്ഷേ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യം ചെയ്ത്, രാത്രിത്തെ കാര്യവും രാത്രിയുള്ള ഫുഡിൻ്റെ കാര്യവും പിന്നെ പഞ്ചസാരയുടെ കാര്യവും പിന്നെ കുറച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 3 കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ 74 നിൽക്കുകയാണ്. പക്ഷേ ഇനിയും കുറച്ചൊരു 60 എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇനിയും കുറച്ച് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഒന്നാമത്തെ കാര്യം നല്ല മോഡേൺ ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റത്തില്ല. ആ ഡ്രസ്സ് ഇടണം. പിന്നെ ഈ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഭാഗമൊന്നും ഒരു ഷേപ്പില്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഇങ്ങനെ കവിളൊക്കെ വയ്ക്കും. വണ്ണം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം അറിയാൻ പറ്റുന്നത് എൻ്റെ കവിളാണ്. അപ്പോൾ ആ ഒരു കവിളൊക്കെ എനിക്ക് കുറയ്ക്കണമെങ്കിൽ വെയിറ്റ് എനിക്ക് കുറച്ചേ പറ്റൂ. പിന്നെ ഡ്രസ്സൊക്കെ ഇടാനും പുറത്തൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് എല്ലാവരും ഒക്കെ ഇട്ടൊക്കെ നടക്കുമ്പം ഞാൻ മാത്രം ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് നടക്കണമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, എന്നാലും എനിക്ക് ജീൻസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ജീൻസൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ലായിരുന്നു. നേരത്തെ ജീൻസ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര ടൈറ്റായിരുന്നു. ഇങ്ങോട്ട് വലിച്ചിടാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയാണ് വെയിറ്റ് കുറച്ചേ പറ്റൂ എന്നൊരു ഇതിലെത്തി ഞാൻ വെയിറ്റ് കുറച്ചത്. അങ്ങനെ ഇപ്പോൾ 74 kg അങ്ങനെ 85 74 ആയി. അപ്പോൾ ഇനിയും കുറച്ച് എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു 60 kg ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇനിയും എനിക്ക് വെയിറ്റ് കുറയ്ക്കാനുണ്ട്. അപ്പോൾ എന്തായാലും 3 മാസം കൊണ്ട് ഇത്രയും കുറച്ചെങ്കിൽ എനിക്കിനിയും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഞാൻ പറയുന്ന ആദ്യം ചെയ്യാനുള്ളത് ഈ പഞ്ചസാര അത് ഒഴിവാക്കിയേ പറ്റൂ. ചിലപ്പോൾ ചിലർക്ക് എനിക്ക് തോന്നുന്നു ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്നുള്ളവർ കാണും. ചോറ് കഴിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നവർ കാണും. അതുപോലെ ഈ പുറത്തൊക്കെ ആണെങ്കിലും ഫുഡ് പോയി കഴിക്കുമ്പോഴത്തേനും ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നെങ്കിൽ ലൈം ഓർഡർ ചെയ്യും. അത് മസ്റ്റായിരുന്നു. ലൈം ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നല്ല ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ലൈം. പക്ഷെ അത് അവോയ്ഡ് ചെയ്ത് കേട്ടോ. കാരണം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലൈം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളദാഹമായിരിക്കും. ലൈം കുടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ശ്രദ്ധിച്ചു നോക്കി അറിയാമായിരിക്കും. ലൈം നമ്മൾ മധുരം ഇട്ട ലൈം കുടിച്ചിട്ടുണ്ടോ? ഞാനിപ്പം നാരങ്ങ വെള്ളം കുടിക്കുവാണെങ്കിൽ ഞാൻ ഉപ്പിട്ടേ കുടിക്കുകയുള്ളൂ. കടയിലൊക്കെ പറയും എനിക്ക് ഉപ്പ് മതിയെന്ന് പറയും. പഞ്ചസാര ഇട്ട് ഞാൻ കുടിക്കത്തില്ല. പഞ്ചസാര ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാണ്, നമ്മൾ വീണ്ടും നമുക്കത് കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പോൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ലൈം മസ്റ്റായിരുന്നു.
അതൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കിയില്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് പ്രശ്നം വരുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെയിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലൈം കുടിയൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി. അങ്ങനെയുള്ള കുറച്ച് മാറ്റി ചിലർക്ക് എനിക്ക് തോന്നുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കണം, ചോക്ലേറ്റ് ഒക്കെ കഴിക്കണമെന്നൊരു ആ ഒരു ക്രേവിങ്സ് ഒക്കെ വരും. അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാം, ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സിലും ഷുഗറുണ്ട്. ഫ്രൂട്ട്സിലും ഈ ഷുഗർ രോഗികൾക്ക് പറയാറുണ്ട് ഫ്രൂട്ട്സ് പോലും കഴിക്കരുത് എന്ന് പറയാറുണ്ട്. മാങ്ങയിലൊക്കെ ഭയങ്കര ഷുഗറാണ്. മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗറൊക്കെ കയറി അങ്ങ് ഹൈ ആവും. അങ്ങനെയുള്ളവർക്ക് ഷുഗർ രോഗികളൊക്കെ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ, ഈ ഫ്രൂട്ട്സൊക്കെ. അതായത് പ്രത്യേകിച്ച് മാങ്ങ. പക്ഷെ നമുക്ക് ഈ ഷുഗർ ഇല്ലാത്തവർക്ക് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷെ മാങ്ങ കഴിക്കുവാണെങ്കിൽ ഒരു ഇത്ര പീസൊക്കെ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മാങ്ങയിൽ പോലും ആ ഒരു ഷുഗറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാം നമുക്ക്. റംബൂട്ടാൻ ഇപ്പോൾ ഒരു സീസൺ ആണല്ലോ, റംബൂട്ടാൻ നമുക്ക് കഴിക്കാം. നല്ല ഒരു ഫ്രൂട്ടാണ്, അതൊന്നും ഒരു വെയിറ്റ് കയറുന്നതല്ല. പിന്നെ റോബസ്റ്റ പഴമില്ലേ, ആ പഴം കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതൊക്കെ ഒരെണ്ണം കഴിക്കാം, ഒരു ദിവസം ഒരെണ്ണം കഴിക്കാം. പിന്നെ ആപ്പിൾ കഴിക്കാം. പിന്നെ എന്തുവന്ന് പേരയ്ക്ക കഴിക്കാം. പേരയ്ക്ക വലിയ മധുരമില്ലാത്ത പേരയ്ക്കയാണേ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അറിയാമായിരിക്കും. പേരയ്ക്ക കഴിക്കാം. പിന്നെ ഈ സാലഡ് വെള്ളരി കഴിക്കാം. അതൊക്കെ നമുക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും എന്തെങ്കിലും കഴിക്കണം. എനിക്കാണെങ്കിൽ നേരത്തേക്ക് എന്ന് വെച്ചാൽ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യുന്ന ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, വയറങ്ങ് വീർത്തിരിക്കും. വേറെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും വാങ്ങിക്കുന്ന ഈ സലാഡ് വെള്ളരി വാങ്ങിക്കും. ആ വെള്ളരി എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് അത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ കുറേ വെയിറ്റ് കുറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ 3 കാര്യം, വൈകുന്നേരത്തെ ഫുഡ്, പിന്നെ പഞ്ചസാര ഒഴിവാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് താനേ ഒന്ന് കുറയും. പിന്നെ ഈ സ്ട്രെസ്സും ഇതൊക്കെ, ഈ സ്ട്രെസ്സ് ചിലരുടെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ സ്ട്രെസ്സ് വരുന്നവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അവർക്കിങ്ങനെ ടെൻഷൻ, ചിലർക്ക് ഈ ടെൻഷൻ അടിക്കുമ്പോൾ ഓരോന്ന് പറയത്തില്ല. എനിക്കിപ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നടക്കണം. അപ്പോൾ ചിലർ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊക്കെ മാറ്റി വെച്ച് വണ്ണം കുറയ്ക്കണം എന്നൊരു തീരുമാനം ആദ്യം എടുക്കണം. വണ്ണം എനിക്ക് കുറച്ചേ പറ്റൂ എന്നൊരു തീരുമാനം ആദ്യം എടുത്തിട്ട് പഞ്ചസാര ആദ്യം ഒഴിവാക്കി കഴിയുക, ചായ ഒഴിവാക്കി കഴിയണം. പിന്നെ നമ്മുടെ രാത്രിത്തെ ഒരു നേരമെങ്കിലും ഗോതമ്പ് കഴിക്കുവാണെങ്കിൽ നല്ലതാണ്. ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ, ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അതിൻ്റെ അളവ് കുറച്ച് കഴിച്ച് പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജ്വലി അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അല്ലാതെ പെട്ടെന്ന് നമ്മളിപ്പോൾ എനിക്ക് ചായ വേണ്ട, എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയത് എനിക്ക് ഭയങ്കര 2-3 ദിവസം അടുപ്പിച്ച് എനിക്ക് തലവേദനയായിരുന്നു. കാരണം ചായ കൂടി ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം ചായ കുടിക്കും, പക്ഷേ അതിൻ്റെ അളവ് കുറച്ച് ഞാൻ എന്ത് ചെയ്യും, ചായ കുടിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയും ഭയങ്കര ഇതായിരുന്നു. അപ്പം പിന്നെ മധുരം ഞാൻ അങ്ങനെ ഇടത്തില്ല കേട്ടോ. ചായ കുടിക്കുമെങ്കിലും മധുരം ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോയുടെ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.